നമസ്കാരം. ഞാൻ കിളിയൂർ അജിത്ത്. ഏവർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് പൂജപ്പുര എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാന ജനവാസ സങ്കേതമാണ് പൂജപ്പുര. ഇവിടത്തെ ജനവാസത്തിന് മഹാശിലാകാലഘട്ടത്തോളം പഴക്കം കൽപ്പിക്കുന്നു. ചാടിയറ, നടുതല, ഇടയാറ്റുകോണം, ചാത്രക്കോണം, കുന്നുംപുറം, പഴവിള, നള്ളത്ത്, തലക്കോണം, മൊട്ടക്കടവത്ത്, കേശവപുരം, ചെറുകര, ആറ്റിക്കോണം, അഞ്ചുമുറി, വെട്ടലിയൂർ, മുപ്പറ, പാതിരാപ്പള്ളി, വെള്ളംകുളത്തല, ചെങ്കള്ളൂർ, തെങ്ങുവിള, കുന്നുവിള, പാലത്തറ തുടങ്ങിയ ചെറുപ്രദേശങ്ങളുടെ പൊതുനാമമാണിന്ന് പൂജപ്പുര. അതിനു മുമ്പ് ചാടിയറ എന്നായിരുന്നു പൊതുനാമം. ചാടികൾ കണ്ടെത്തിയ സ്ഥലമായതിനാലാണ് ചാടിയറ എന്ന പേര് ലഭിച്ചത്. പണ്ടുകാലത്ത് മൃതദേഹങ്ങൾ ചാടികളിലാണ് അടക്കം ചെയ്തിരുന്നത്. പ്രധാന വഴിയിൽ നിന്ന് ചാടി നിൽക്കുന്ന പ്രദേശമായതിനാൽ ചാടിയറ എന്ന പേര് കിട്ടിയതായി കരുതുന്നവരുണ്ട്. എന്നാൽ ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. പഴയകാല സഞ്ചാര വഴികൾ ഏലാപ്പുറങ്ങളിലൂടെയായിരുന്നു എന്ന വസ്തുത ഇവർ വിസ്മരിച്ചു. പാടികളും കഴകങ്ങളുമൊക്കെ നിലനിന്നിരുന്ന കാലത്ത് ഈ പ്രദേശം ചെറുതലാംപാടിൻ്റെ ഭാഗമായിരുന്നു. ചാടിയിറക്കി മേക്ക് കുന്നുംപുറത്ത് നവരാത്രി ആഘോഷം ആരംഭിച്ചതു മുതലാണ് ഈ പ്രദേശത്തിന് പൂജപ്പുര എന്ന പേര് ലഭിച്ചത്. അക്കാലത്ത് ഇവിടെ പൂജ വയ്ക്കുന്നതിനായി ഒരു ഓരപ്പുരയും സ്ഥാപിച്ചിരുന്നു. ഇനി ഏത് കാലത്താണ് ഇവിടെ പൂജ ആരംഭിച്ചത് എന്ന് പരിശോധിക്കാം. അത് പറയുന്നതിന് മുമ്പ് അല്പം നാട്ടുചരിത്രം കൂടെ കേൾക്കണം. വേണാടിന് സ്വതന്ത്ര പദവി കൈവന്ന ശേഷമാണ് ഇന്നത്തെ പൂജപ്പുര പ്രദേശത്ത് ഒരു സൈനിക കളരി സ്ഥാപിതമാകുന്നത്. അക്കാലത്ത് യുദ്ധങ്ങളിൽ സൈനിക വിന്യാസം മുപ്പടക്രമത്തിലായിരുന്നു. മുൻനിര നെറ്റിക്കൈയും തൊട്ടു പിന്നിൽ നടുത്തലയും ഏറ്റവും പിന്നിലായി പിൻതലയും അണിനിരക്കുകയായിരുന്നു പതിവ്. സേനാനായകൻ, മന്ത്രി, രാജാവ് എന്ന ക്രമത്തിലാണ് പടകളെ നയിച്ചിരുന്നത്. ഓരോ വിഭാഗവും പ്രത്യേക കളരികളിലാണ് പരിശീലനം നേടിയിരുന്നത്. പൂജപ്പുര കളരി നടുത്തല കളരിയായിരുന്നു. ഇവിടുത്തെ കളരി ദേവതയാണ് നടുത്തല ഭഗവതി. നടുത്തല പിൽക്കാലത്ത് നടുതല എന്നാവുകയും പിന്നീട് ദേശനാമമായി മാറുകയും ചെയ്തു. നടുതല കളരിയിലെ അഭ്യാസികൾക്ക് അക്ഷരപഠനം നടത്തുന്നതിനും സൗകര്യമൊരുക്കിയിരുന്നു. പകൽ കായിക പരിശീലനം, രാത്രിയിൽ അക്ഷരപഠനം. ഇതായിരുന്നു വിദ്യാഭ്യാസ രീതി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പള്ളികളിൽ താമസിച്ചുകൊണ്ടാണ് പരിശീലനം നേടിയിരുന്നത്. പള്ളി പ്രവർത്തിച്ചിരുന്ന സ്ഥലം പാതിരാപ്പള്ളി എന്നും വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്ന സ്ഥലം ചാത്രക്കോണമെന്നും അറിയപ്പെട്ടു. ചാത്രക്കോണത്ത് വിദ്യാർത്ഥികൾക്ക് കുളിക്കാൻ ഒരു കുളവും നിർമ്മിച്ചിരുന്നു. ഈ കുളം ഇപ്പോൾ നഗരസഭയുടെ പാർക്കാണ്. ഈ നടുതല കളരിയിലെ ചാത്രസേനയാണ് കുന്നുംപുറത്തെ ആയുധപൂജയ്ക്ക് തുടക്കമിട്ടത്. പിൽക്കാലത്ത് പരിസര ഗ്രാമങ്ങളിലെ ചെറു കളരികളും കുന്നുംപുറത്തെ പൂജവയ്പിൽ പങ്കാളികളായി. അനന്തപുരിയിലെ കളരികൾ പൂജപ്പുരയിലെ നവരാത്രി ആഘോഷത്തിന് പിന്നെ ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല. 1734 പാപ്പനംകോട് പാളയമടിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ നായർ പടയാളികളും പൂജപ്പുരയിലെ നവരാത്രി ആഘോഷത്തിൽ പങ്കാളികളായി. അതോടെ ഉത്സവത്തിന് വലിയ പ്രശസ്തി ലഭിക്കുകയും സർക്കാർ സഹായം ലഭിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ സാഹചര്യത്തിൽ പത്മനാഭപുരം കൊട്ടാരത്തിലെ സരസ്വതി ദേവാലയത്തിൽ നടന്നിരുന്ന നവരാത്രി ആഘോഷം കൊല്ലവർഷം 972 ധർമ്മരാജാവ് തിരുവനന്തപുരത്തേക്ക് മാറ്റി. സ്വാതി തിരുനാൾ മഹാരാജാവ് നവരാത്രി ആഘോഷത്തിന് ഔദ്യോഗിക പരിവേഷം നൽകുകയും സരസ്വതി മണ്ഡപം നിർമ്മിച്ചു നൽകുകയും ചെയ്തു. രാജവംശത്തിൻ്റെ കളരിസ്ഥാനം വഹിച്ചിരുന്ന ഗുരുക്കന്മാരെ നവരാത്രി ആഘോഷ ചടങ്ങിൽ ആദരിക്കുന്ന പതിവും അക്കാലത്തുണ്ടായിരുന്നു. രാജഭരണവും കളരികളുമെല്ലാം അസ്തമിച്ചിട്ടും നവരാത്രി ആഘോഷം ഇപ്പോഴും ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടുന്നു. തിരുവനന്തപുരത്തിൻ്റെ മഹാ ആഘോഷമായി. മറ്റൊരു സ്ഥലനാമ ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.